പ്രിയ കർത്താവേ, ഈ പകൽവേളയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് ആയുസ് ദീർഘിപ്പിച്ച് നൽകി, ഞങ്ങൾക്ക് ആരോഗ്യം നൽകി, ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി വേള ഞങ്ങളെല്ലാം വിശ്രമത്തിന് കിടന്നു. അങ്ങേ ഞങ്ങളെ താങ്ങിയതിനാൽ ഉണരുവാൻ ഈ പ്രഭാതവേളയിൽ കടന്നു വന്ന് തിരുമുഖത്തേക്ക് നോക്കി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് നന്ദി അർപ്പിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നിരിക്കുകയാൽ സ്തോത്രം. ഇന്ന് പകൽ സമയത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവം അനുഗ്രഹിക്കണമേ. വലിയൊരു ആത്മപകർച്ച ഇന്ന് പകൽവേള ഞങ്ങളുടെ മധ്യ ഉണ്ടാകുകയാക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി ഇന്ന് പകൽവേള കർത്താവേ ഞങ്ങളുടെ മൺകൂടാരങ്ങൾ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ലെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്ന് പകൽ സമയത്ത് എല്ലാ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. പരിശുദ്ധാത്മാവിന് വലിയൊരു കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽവേള ഞങ്ങളുടെ മധ്യം ഉണ്ടാകുകയാക്കണമേ. ഒരേറ്റം മുതൽ മറ്റേറ്റം വരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുവാൻ, ദൈവക്രമ വെളിപ്പെടുവാൻ, ദൈവിക വിടുതൽ വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തി എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. യാത്രകളൊക്കെ കൂടുന്നതിനായി സ്തോത്രം. കടന്നുവരുള്ള പ്രിയപ്പെട്ടവരെ എത്രയും കൂട്ടിവരുത്തണമേ. ഒഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം, വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. യാതൊരു അനർത്ഥവും പ്രയാസവും ഭാരവും ഉണ്ടാകരുത്. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആത്മാവിൻ്റെ നിറവിൽ ആരാധിച്ച് അങ്ങേക്ക് സ്തോത്രയാഗങ്ങൾ അർപ്പിപ്പാൻ, അങ്ങേക്ക് നന്ദി കരേറ്റുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു മേശ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പങ്കുകാരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ ഇത് പരിശോധിപ്പാൻ ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നപ്പാ. ഇന്ന് പകൽവേള ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവേ, ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ദൈവം സഹായിക്കണമേ. അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ഇന്ന് പകൽവേള ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുവാൻ ഈ കർത്താവേ ശുശ്രൂഷ നിമിത്തം ഇവിടുത്തെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മൂലം എമ്പാടും നടക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടായ്മകളെല്ലാം ദൈവം ഇന്ന് പകൽവേള അനുഗ്രഹിച്ച് സഹായിക്കണം. അടിയങ്ങളെ ബലപ്പെടുത്തും. കർത്താവിൻ്റെ കൃപ ഞങ്ങളേവരിലും പകരും. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാനൊക്കെ ഞങ്ങളെ ശക്തീകരിക്കും. ദൈവം നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വർഗീയ പിതാവേ, നമുക്കൊരുമിച്ച് ചേർന്ന് പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ഈ രാവിലെ സമയം ദൈവപാദപീഠത്തിൽ നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് ഏകാഗ്രതയോടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പാടി പുകഴ്ത്തിടാം ദേവനെ. പാടി പുകഴ്ത്തിടാം ദേവനെ, പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവനെ, പുതിയതാം കൃപകളോടെ. ഇന്നലെയും എന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമം കരങ്ങളെ അടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമരയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമരയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണ
മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലോ ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതേ എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതേ എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവേ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവേ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാമോ ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാമോ ചേർന്നു
എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവേ എന്നൊരച്ച കൽപ്പനയാകാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവേ എന്നൊരച്ച കൽപ്പനയാകാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനസ്സോദനയിലോ താണു വീണു പോകാതെ. ആമേൻ ഹല്ലേലൂയ. സമമനസ്സോദനയിലും ആമേൻ 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 ഹല്ലേലൂയ. ആമേൻ ജയധ്വനിയോടെ കാതുപാലിക്കുന്ന സ്നേഹമാചര്യ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ആമേൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ Hallelujah. വാഴ്ത്തി യേശുവിന്റെ രക്തം ജയ രക്തം ജയ. എൻ പ്രിയ Glory, 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 glory. Amen, amen, amen. വാഴ്ത്തി പുകഴ്ത്തിടുമേ. ചുടമലവ ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓ എൻ പ്രിയ യേശുവേ ഓ ഹല്ലേലൂയ വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി Praise the Lord. Amen. Hallelujah. 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 Oh, we thank you, Lord. Thank you, Lord. Thank you, Lord. Praise the Lord. ആരാധിക്കുന്നു. ഓ രക്തം ജയം രക്തം ജയം. Praise the Lord. Hallelujah. Praise the Lord. Praise God. 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 Praise God.
Oh, hallelujah. സർവശക്തിയുള്ള ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവമേ, മഹത്വം മഹത്വം ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വരണമേ. ഓ കൃപ വ്യാപരിക്കണം, കൃപ വ്യാപരിക്കണമേ, കൃപ വ്യാപരിക്കണമേ, കൃപ വ്യാപരിക്കണം, കൃപ വ്യാപരിക്കണം, കൃപ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം Praise God, praise God, praise God. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം. ഓ ഹല്ലേലൂയ. Thank you, Lord. Hallelujah. Glory to Lord Jesus. Glory to Lord Jesus. Praise Jesus. Hallelujah. 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 Thank you, Lord Jesus. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ഹല്ലേലൂയ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ആയുസ്സിലൊരവസരം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ. കരുതലുകളൊക്കെ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ, ദൈവത്തിന്റെ പരിപാലനം അനുഭവിപ്പാൻ, ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം നൽകി. നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ, നമ്മുടെ പ്രാണനെ മരണത്തിലൊക്കെ വിടുവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ കൊണ്ട് ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേള നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുമേലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി, ദൈവിക വിടുതൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ എല്ലാ ചിന്താകലും ഇന്ന് പകൽവേള ദൈവത്തിൽ ഇറക്കി വയ്ക്കാമല്ലോ. നമുക്ക് വേണ്ടി കരുതും നമ്മുടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ദൈവസന്നിധാന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ പാടുവാൻ, ഹല്ലേലൂയ നല്ല സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നല്ല ഹല്ലേലൂയ പ്രബോധനങ്ങൾ നമുക്ക് നൽകുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ദൈവം നമ്മെ കേൾപ്പിക്കേണ്ടതിനായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഗാന ശുശ്രൂഷകൾക്ക് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിപ്പാൻ, ആത്മാവിൻ്റെ നിറവിൽ പാടുവാൻ, ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽവേള പിന്നെ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലും ഇന്ന് പകൽവേള നമുക്ക് അനുഗ്രഹമായി തീരേണ്ടത് വിശേഷ കർത്താവിൻ്റെ വലിയ രമേശ നമ്മുടെ മധ്യമുണ്ടല്ലോ. പ്രാഗൽഭ്യത്തോടുകൂടി പങ്കുകാരായി തീരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി, നമ്മെ ശക്തീകരിക്കേണ്ടതിനായി, നമ്മെ ശുദ്ധീകരിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം.
സമ്പന്നനിധനമായ ദൈവമേ, സ്വർഗീയ നല്ല കഥാവേ, മനോഹരമായ പ്രഭാതത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. സംഭവം ഒരാഴ്ചക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയല്ലോ കഥാവേ. സഭയായ ഞങ്ങളെവിടോളങ്ങളായ ദൈവം സൂക്ഷിച്ച് പരിപാലിച്ച വിധങ്ങൾക്കായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പ്രഭാതത്തിൽ കഥാവേ, സഭയാരാധനയായ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കഥാവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ സാവകാശങ്ങൾക്കായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പാടുവാൻ ഞങ്ങൾ കൃപ തന്നല്ലോ കഥാവിൻ്റെ കൃപയ്ക്കായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. അവിടുന്ന് പിന്നെയും സഹായിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവേ. സങ്കീർത്തനം പ്രബോധിപ്പാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവ്. സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ഞങ്ങൾ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തോളാക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ പിന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. അനുഗ്രഹിക്കപ്പെട്ട കഥാവേ, അതിന് ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. ഹല്ലേലൂയ. സ്തോത്രങ്ങൾ ഒരാഴ്ചക്കാലം ചെയ്യുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. അവിടെ ഞങ്ങളെ പിന്നെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. കർത്തൃമേശയിൽ പ്രാഗൽഭ്യത്തോടെ കൈനീട്ടുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവ്. സഹായിക്കണമേ. അല്ലെങ്കിൽ കടന്നു വരാനുള്ളവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തുമാറാകണമേ. അല്ലെങ്കിൽ അല്പസമയം ഞങ്ങൾ ദിവസങ്ങളിലായി ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം. ഞങ്ങളുടെ കൗൺസിലിനായ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളുടെ എൽഡേഴ്സിനായ സ്തോത്രം ചെയ്യുന്ന സഹോദരി സഹോദരന്മാർക്കായ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവേ. അല്പസമയം ഞങ്ങൾ ദിവസങ്ങളിലായി ഞങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി തീരും സഹായിക്കും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നത് ഏതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും കൂടെ ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് 38-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 38-ാം സങ്കീർത്തനം. Psalm number 38. 38-ാം സങ്കീർത്തനം. യഹോവേ, ക്രോധത്തോടനെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടനെ ദണ്ഡിപ്പിക്കുകയുമരുതേ. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ പാപഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്റെ അകൃത്യങ്ങൾ എന്റെ സാക്ഷ്യം ഏകീകരിക്കുന്നു, ഭാരമുള്ളൂ ചുവടുള്ളവ എനിക്ക് അധീനമായിരിക്കുന്നു. എന്റെ ഭോഷത്വ ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞേറ്റവും ഇരിക്കുന്നു, ഞാൻ ഇവിടെ ദുഃഖിച്ചു നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ക്ഷീണിച്ചെന്ന് തകർന്നിരിക്കുന്നു, എന്റെ ഹൃദയത്തിലെ ഞരക്കുന്ന ഞാൻ അലറുന്നു. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെ നിന്റെ മുൻപിലിരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്റെ നെഞ്ചിരിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെ. എന്റെ സ്നേഹിതന്മാരും എന്റെ കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കാണിക്കുന്നു, എനിക്ക് അന്വേഷിക്കുന്നവർ പ്രധാനം സംസാരിക്കുന്നു, അവരോടാത് ചതി ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെ ഇരു, വായ് തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായു പ്രതിവാദമില്ലാത്ത പോലെയുമായിരുന്നു. യഹോവേ, നിന്നിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, എന്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു, എന്റെ കാൽ വഴുതുവാൻ ഞാൻ പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു, എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ എന്റെ അകൃത്യത്തെ പറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. ചേർന്ന് പാടാം. യഹോവേ, എന്നെ കൈവിടരുതേ, എന്റെ ദൈവമേ, എന്നോടകന്നിരിക്കരുതേ. എന്റെ രക്ഷയാകുന്ന കർത്താവേ, എന്റെ സഹായത്തിനായി വേഗം വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവസന്നിധാനത്തിൽ പകരുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധാനത്തിൽ പകരുവാൻ. ഹല്ലേലൂയ. ഞരക്കമൊന്നും നമ്മുടെ ദൈവത്തിന് മറവായിരിക്കുന്നില്ലല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ വേദനയെ അറിയ ദൈവത്തിന്റെ സന്നിധിയിൽ, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധി പകൽ വേള കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. പകൽ വേള ദൈവസന്നിധാനത്തിൽ കഴിക്കുന്ന അപേക്ഷകളൊക്കെ
ദൈവത്തെ ആരാധിക്കുന്ന ആരാധന അത് ദൈവത്തിന് സുഗ്രാഹ്യമായി തീരുവാനും നമുക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവകരങ്ങൾ ഒന്നുകൂടെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയ ദൈവം നമ്മുടെ ദൈവം മാത്രമാണ്. എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ, ആശ്രയമായ നമ്മുടെ അടിസ്ഥാനമായ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമല്ലോ. നമ്മൾ ഒരുമിച്ച് ഒരു പാട്ടുകൂടെ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. യേശു എന്റെ അടിസ്ഥാനം, ആശ്രയം അവനിലാശ്രയം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. സമർപ്പണത്തോടെ നമുക്ക് ഒരുമിച്ച് ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമാവേ നാമമേ ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്മേൽ. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്മേൽ. വയ്ക്കു പിടിച്ചു കൊണ്ടു പോകുന്നവേ കൈക്കു പിടിച്ചു കൊണ്ടു പോകുന്നവേ. രോഗമെന്നെ പിടിച്ചു രോഗമെന്നെ പിടിച്ച് ദേഹം ക്ഷയിച്ചാലുമേ രോഗമെന്നെ പിടിച്ച് ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥേ ദേഹം പുതുതാക്കിടാൻ. വേഗം വരുമെന്നാഥേ ദേഹം പുതുതാക്കിടാൻ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കാരകൾ മാറ്റി. പാപത്താൽ എന്നിൽ വന്ന ശാപക്കാരകൾ മാറ്റി. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത
വസ്ത്രം ആഭരണമായി നൽകും. യേശു എൻ്റെ അടിസ്ഥാനം, ആശയവനിലത്രേ. യേശു എൻ്റെ അടിസ്ഥാനം, ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഹല്ലേലൂയ. ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നാം ആരാധിക്കാൻ പോകുകയാണ്. ഏകാഗ്രതയോടെ ദൈവസന്നിധാനത്തിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള താല്പര്യത്തോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു പാട്ട് കൂടെ ഒരുമിച്ച് പാടി ആത്മാവിനെ നൽകി ദൈവത്തെ ആരാധിക്കാം. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം. ചേർന്ന് പാടാം. യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം, തവ പ്രകരങ്ങളിൽ മനോഹരം. യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം, തവ പ്രകരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടങ്ങുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ പക്ഷിക്കും ചെറുകുരിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, നീവൽ പക്ഷിക്കും ചെറുകുരിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി പുകഴ്ത്തിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയം, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ. നീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. നീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തൻ
തന്മക്കൾക്കേറ്റു പരിചയ ആത്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നിവൽ പക്ഷിക്കും ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നിവൽ പക്ഷിക്കും രാവിലെ നന്മകളെയോർത്തും പാടി സ്തുതിച്ചിടുന്നു രാവിലെ നന്മകളെയോർത്തും പാടി സ്തുതിച്ചിടും ഞാൻ ഓ ദൈവം നല്ലവേ ആമേൻ ഹല്ലേലൂയ നന്മകൾക്കേറ്റു പരിചയ ഓ ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ നന്മകൾക്കേറ്റു പരിചയ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ നിന്റെ ശക്തിയാ ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാ കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ ഓ ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ നന്മകൾക്കേറ്റു പരിചയ നാളെയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ആ മനോഹരം യാഹേലിന്റെ ആലയം എന്തൊരാനന്ദം നവപ്രകാരങ്ങളിൽ ആ മനോഹരം യാഹേലിന്റെ ആലയം എന്തൊരാനന്ദം നവപ്രകാരങ്ങളിൽ ദൈവമേ ഉള്ളം ഹല്ലേലൂയ ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഓ ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ നന്മകൾക്കേറ്റു പരിചയ ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ നന്മകൾക്കേറ്റു പരിചയ മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് ഓ ദൈവം നല്ലവേ എല്ലാവർക്കും വല്ലവേ നന്മകൾക്കേറ്റു പരിചയ ദൈവം നല്ലവേ ഹല്ലേലൂയ നന്മകൾക്കേറ്റു പരിചയ നന്മയൊന്നും മുടക്കുകയില്ല നേരായി യേശുവേ
Glory to God, Jesus. Hallelujah. Yes, Christuvinte rൈതനാമം. Praise God. Yes, Christuvinte rൈതനാമം. Praise God. ഇതോളമ ശബ്ദനെ. വൈഡാരമാലക തുദാദിവാലമാരമ. ഉടനാദാജായിദാമാല ശബ്ദേ. ഇകാമാല തുദമാലക ജാതനഗനാമരച്ച. ദാരാമന ഹംസലമൗതലേ ചമരച്ച. ദിഗലഗന രഗന ഹംദം പ്രഗതിനി വിഗലഗന. ദുവലഗന രഗന ശക്തരമലമസ്യാദന. ഓ നികമാലഗന രഗന ശൗഡലേ. വൈഡാരമാലക ശബ്ദദാദിവാലമമ ശൗഡലേ. വൈഡരാലമച്ച സ്കൈദിനി വിഗലഗസി. Praise God. നികമാലമമ ശബ്ദദാദിവാലമ. ഉടഗരഗന ശബ്ദേ രമലഗന രഗനേ. ഉടവരന്തേ രഗനാജാദ ശൗഡ. Hallelujah. Glory to God, Jesus. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. അധികാരത്തിലെ പോരുകളെ ദുഷ്ടന്റെ വ്യാപാരങ്ങളെ നമ്മുടെ വേള ഞങ്ങൾ ജയമെടുക്കുന്നപ്പോ. ഓ ദൈവ പ്രവർത്തിക്കായി സ്തോത്രം സ്തോത്രം. Glory to your Jesus. Thank you, Lord Jesus. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കും. തൃപ്പാദാന്തിയെ കടന്നു വന്ന സമയം ഒരു നിമിഷം വരെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാനൊക്കെ ദൈവം ബലപ്പെടുത്തി. നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകാനായ സ്തോത്രം. ഞങ്ങളോട് ഇടപെടണമേ. പാട്ടുകൾ പാടുവാൻ നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തി. ചേർന്ന് പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചനായ സ്തോത്രം. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും നിറവിലുമായിരിപ്പണ്ടയാക്കും. ഇളവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കും. പ്രാർത്ഥന കിട്ടുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവപാദപീഠത്തിൽ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാൽ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ, എൽഡേഴ്സ്, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഈ രാവിലെ സമയം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ചിലവഴിപ്പാൻ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവകൃപ അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ രാത്രി വേള നമ്മളെല്ലാവരും വിശ്രമത്തിന് കിടന്നു. ദൈവം നമ്മെ താങ്ങിയതിനാൽ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാനൊക്കെ ദൈവം നമുക്ക് അവസരം ഒരുക്കിയല്ലോ. ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മിൽ പകരട്ടെ എന്ന്
ദൈവത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ പ്രിയ പൊന്നച്ചാൻ്റെ സർജറി ഇന്ന് പകൽവേള സർജറി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രിയച്ചാൻ്റെ സൗഖ്യത്തിനായിട്ട് സർജറി അത് വളരെ വിടുതലായി തീരുവാൻ, വളരെ വിജയകരമായി തീരുവാൻ ദൈവത്തിൻ്റെ കരം തന്നെ അത് ഭംഗിയായി ചെയ്തെടുക്കേണ്ടതിനായി, ഒരു ദോഷവും ഒരു പ്രയാസവും ഉണ്ടാകാതെ ദൈവം അത്ഭുതകരമാവണം വിടുവിക്കേണ്ടതിനായി സർജറി ചെയ്യുന്ന ഡോക്ടർമാരോടൊപ്പം ദൈവത്തിൻ്റെ കരം ഇരിക്കേണ്ടതിന്, അസിസ്റ്റ് ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരോടൊപ്പം ദൈവത്തിൻ്റെ കരം ഇരിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. ഒരുവിധ പ്രയാസവും ഒരുവിധ ഭാരവും ഉണ്ടാകാതെ, സ്തോത്രം, അല്ലെങ്കിൽ അനാവശ്യമായ ഒരു മുറിവ് പോലും തൻ്റെ ശരീര അവയവങ്ങൾക്കുണ്ടാകാതെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അത്ഭുതകരമായി സൂക്ഷിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ വലിയ കരുതൽ അനുഭവിച്ചറിവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ, നിങ്ങളുടെ ദാസനെ ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ദൈവം മുറിക്കുന്ന ദൈവം മാത്രമല്ല, മുറിവ് കെട്ടുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ, അല്ലെ പൂർണ്ണ സൗഖ്യം തന്നെ ദാസനെ ദൈവം കൽപ്പിക്കേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധന നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാത വേളയ്ക്കായി ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഏത് സമയത്ത് ഏത് ആവശ്യവുമായി തിരുസന്നിധാനത്തിൽ അടുത്ത് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വവും പദവിയും അവകാശങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാകിയാൽ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ, അവിടുത്തെ മകൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി, വിജയകരമായ സർജറിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സർജറി എവിടെ ആരംഭിച്ചിരിക്കുന്നല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം, ദൈവത്തിൻ്റെ സാന്നിധ്യം സർജറി നടക്കുന്ന റൂമിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, സർജറി ഡോക്ടർമാരോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഡോക്ടർമാരുടെ കരങ്ങളെ അവിടുന്ന് പിടിച്ചുകൊള്ളണമേ. കർത്താവേ, അസിസ്റ്റ് ചെയ്യുന്നവരുടെ കരങ്ങളെ അവിടുന്ന് പിടിച്ചുകൊള്ളണമേ. കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, അനാവശ്യമായ യാതൊരു കാര്യങ്ങളും അല്ല തൻ്റെ ശരീരത്തിലുണ്ടാകാതെ അല്ല ചെയ്യേണ്ട കാര്യം വളരെ ഭംഗിയായി ചെയ്യുവാൻ അല്ല ഈ കൃപ ചെയ്യണമേ. അവിടുന്ന് കാര്യങ്ങൾ വളരെ ഭംഗിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ അങ്ങയുടെ ദാസനെയും സർജറി ചെയ്യുന്ന ഡോക്ടർമാരെയും പ്രിയപ്പെട്ടവരെല്ലാം തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തോടെ വിടുതലോടെ, ഹല്ലേലൂയ, സ്തോത്രം, എത്ര വേഗം ഭവനത്തിന് മുടങ്ങിപ്പോകേണ്ട ദാസനെ സഹായിക്കും. അവിടുത്തെ കരമെല്ലാം ഭംഗിയായി ചെയ്തിരിക്കാൻ സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, കർത്താവിന്റെ പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. 38-ാം സങ്കീർത്തനമാണല്ലോ ഇന്ന് രാവിലെ സമയം നാം വായിച്ച് നമ്മുടെ കർത്താവിനെ വാക്യപ്രതിവാക്യമായി പാടിയും മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ദാവീദിന്റെ സങ്കീർത്തനമായിട്ട് ഇതിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പാപസംബന്ധമായിട്ടാണോ എന്ന് ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവാചകം. താൻ കടന്നു പോകുന്ന ആ രോഗാവസ്ഥയുടെ നടുവിൽ, കഷ്ടപ്പെടുന്ന ആ കഷ്ടത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ വായിക്കുവാനിടയാകുന്നത്. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്റെ അസ്ത്രം എൻ്റെ മേൽ തറച്ചിരിക്കുന്നു. സ്തോത്രം. നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അതിന് കാരണമായി തീർന്നത് എൻ്റെ ഭോഷത്വം അത്രേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എൻ്റെ പാപഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രതിസന്ധി, താൻ നേരിടുന്നതായ പ്രതിസന്ധി തൻ്റെ പാപനിമിത്തമാണെന്ന്
ഹല്ലേലൂയ താൻ സമ്മതിക്കുകയാണ്. താനോട്ട് വായിച്ചു വരുമ്പോൾ തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിക്കുന്നതായ പ്രതിസന്ധികളെ കുറിച്ച് താൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ ഭോഷത്ത് ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ശ്രദ്ധിക്കണേ, തൻ്റെ ജീവിതത്തിലുണ്ടായ ഭോഷത്വകരമായൊരനുഭവം, അത് നിമിത്തം വ്രണങ്ങൾ എന്ത് ചെയ്യുന്നു? ചീഞ്ഞ് നാറുന്നു. താൻ കടന്നു പോകുന്ന ആ അവസ്ഥ താൻ വെളിപ്പെടുത്തുക. അത് തൻ്റെ ഏറ്റവും പരിതാപകരമായൊരവസ്ഥയെക്കുറിച്ച് താൻ അവിടെ വെളിപ്പെടുത്തുക. ഇതൊക്കെ സംഭവിച്ചിരിക്കുക എൻ്റെ ഭോഷത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ പാപം ചെയ്തതിൻ്റെ ഫലമായി. തൻ്റെ ജീവിതത്തിലുണ്ടായ പാപത്തെക്കുറിച്ച് താൻ ഓർത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നേരിടുന്നത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് സമ്മതിക്കുക. സ്തോത്രം. അടുത്ത ഭാഗങ്ങൾ എൻ്റെ വ്രണം ചീഞ്ഞ് നാറുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം, അത് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ രോഗാവസ്ഥ, എൻ്റെ ശരീരത്തിലുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ, അത് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ അടുക്കൽ പോലും ആളുകൾ വരാതെ വണ്ണം അതെന്നെ അകറ്റി നിർത്തിയിരിക്കുക. മറ്റുള്ളവരെ ഞാനുമായിട്ട് അകറ്റി നിർത്തുന്നു. ശ്രദ്ധിക്കണം, അടുത്ത വാക്യത്തിൽ വായിക്കുന്ന ശ്രദ്ധിക്കണേ, ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു, കുനിഞ്ഞു നടക്കുന്നു, നിവർന്നു പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ താൻ കടന്നു പോകുന്ന പ്രതിസന്ധി എത്രമാത്രം അതിൻ്റെ കാഠിന്യതയെ താൻ അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. അരയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തിയെയാണ് മനുഷ്യനെ ഉറപ്പിച്ച് നിർത്തുന്നത് അവൻ്റെ സ്തോത്രം അസ്ഥികൾ, അവൻ്റെ ബാക്ക് ബോണാണ് അവൻ്റെ നിവരെ നിൽക്കുന്നത്. സ്തോത്രം. അത് എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, എൻ്റെ ബലം ക്ഷയിച്ചിരിക്കുന്നതായ അവസ്ഥ, അത്രമാത്രം ഞാൻ തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. കർത്താവേ, ഇതെല്ലാം എൻ്റെ പാപനിമിത്തമാണ്. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ദൈവം നിരത്തി വയ്ക്കുക തൻ്റെ സ്തോത്രം കഴിവില്ല, അല്ലെങ്കിൽ തൻ്റെ അപര്യാപ്തത, തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികരമായ അനുഭവം ദൈവസന്നിധാനത്തിൽ നിരത്തി വയ്ക്കുക. കർത്താവേ, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുകൂടിയ പാപം നിമിത്തമാണെന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏറ്റുപറയുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, എൻ്റെ ഹൃദയത്തിലെ ഞരക്ക നിമിത്തം ഞാൻ എന്ത് ചെയ്തിരിക്കും? അലറുകയാണ്, ഞാൻ തകർന്നിരിക്കുക. അപ്പോൾ ആ കടന്നു പോകുന്ന സ്ഥിതിവിശേഷം ഒന്ന് ഓർത്ത് നോക്കി. അതിൻ്റെ ഭയാനകത, ഏറ്റവും ഭയാനകരമായ അനുഭവം, അലറി വിളിക്കുന്നൊരനുഭവം. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുക, കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുൻപിലാകുന്നു. എൻ്റെ ആഗ്രഹം ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരു ദൈവഭക്തൻ തൻ്റെ ആഗ്രഹപ്രകാരം മുമ്പോട്ട് പോകണമെന്നല്ല, എൻ്റെ ആഗ്രഹമൊക്കെ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യുക? ഇരിക്കുക. ഞാൻ നിന്റെ മുമ്പിൽ അങ്ങ് വെച്ചിരിക്കുക. ഇനി അതിന്മേൽ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങാണ്. എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങയുടെ സ്ഥലത്ത് വെച്ചിരിക്കുന്നു. പക്ഷേ അതിന്മേലുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയോ അതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഒരാളുടെ മുൻപിൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു വസ്തു കൊടുത്താൽ അത് നമ്മൾ ഒരിക്കലും തിരിച്ചെടുക്കില്ല. നമ്മൾ ഔദാര്യമായിട്ട് കൊടുത്താൽ അത് നമ്മൾ ഒരിക്കലും തിരിച്ചെടുക്കാറില്ല. അത് നമ്മുടെ ഒരു മാന്യതയാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മാന്യതയ്ക്ക് കോട്ടം വരും. ഇത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ അതിന്മേൽ പിന്നെ അധികാരമുള്ള ദൈവത്തിനാണെന്ന് സമ്പൂർണ്ണമായി താൻ സമർപ്പിച്ച് പറയുക. നമുക്ക് എന്തെല്ലാം താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, എന്തെല്ലാം താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും വാശി പിടിക്കാറുണ്ട്, കർത്താവേ അത് തന്നെ എനിക്ക് വേണം, ഇല്ലേ? ദൈവമേ നിന്റെ ഹിതപ്രകാരം ഇത് തരണമേ, എല്ലാം പറഞ്ഞിട്ട് അവസാനം അത് തന്നെ എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന അത് തന്നെ എനിക്ക് തരണേ. ആദ്യമേ എന്താ പറയുന്നത്? നിന്റെ ഹിതപ്രകാരം ചെയ്യണമേ. അവസാനം കൊണ്ടുവന്ന് എത്തിക്കുന്ന എന്തിലാ? അത് തന്നെ എനിക്ക് നീ തരണേന്ന്. അപ്പം നമ്മുടെ ആഗ്രഹമാണോ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ അവിടെ സാക്ഷാത്കരിക്കപ്പെടാറുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ താല്പര്യം, നമ്മുടെ ആഗ്രഹം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ദൈവത്തോട് നമുക്ക് നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പറയാം. പക്ഷേ അതിന്മേൽ പിന്നെ കർത്തൃത്വം നടത്തേണ്ടത്,
പിന്നെ അതിന്മേൽ അധികാരം നടത്തേണ്ടത്, അത് നടപ്പിൽ വരുത്തേണ്ടത്, അതിനുള്ള റൈറ്റ് നമ്മുടെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിന്റെ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റൈറ്റ് നമ്മൾ തന്നെ ഏറ്റെടുക്കുക. പക്ഷെ സംഗീതക്കാരൻ പറയും, എൻ്റെ ആഗ്രഹമെല്ലാം നിന്റെ മുൻപിലിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ഞരക്കങ്ങൾ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ ആഗ്രഹം ഞാൻ നിന്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ തന്നെ ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി, ഞാൻ കടന്നു പോകുന്ന ഞരക്കത്തിൻ്റെ അനുഭവം, ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവം, അത് നീ അറിയുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം നിന്റെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും നമുക്ക്? കർത്താവേ, എൻ്റെ ഞെരുക്കം ഞാൻ നിന്റെ മുമ്പിൽ വെച്ചു, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചു, ഞാൻ ഞെരുങ്ങുന്നതെല്ലാം അങ്ങയോട് ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ആഗ്രഹം മുഴുവൻ നിന്റെ സന്നിധിയിൽ ഞാൻ വെക്കുക. ഇനി അതുമേൽ നീ കർത്തൃത്വം നടത്തണം എന്ന് പകൽ വേള എത്ര പേർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ സന്നിധിയിൽ വെച്ചു. ഇനി അതിൽ എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടപ്രകാരമല്ല, അവിടുത്തെ ഇഷ്ടപ്രകാരം തന്നെ അതിമേലൊരു പ്രവൃത്തി വെളിപ്പെടണം. എനിക്ക് ആഗ്രഹിക്കാനും എനിക്ക് പ്രാർത്ഥിക്കാനും മാത്രമേ അനുവാദമുള്ളൂ, അധികാരമുള്ളൂ, അവകാശമുള്ളൂ. എന്നാൽ അതിന്മേൽ അധികാരമുള്ളവർ അങ്ങ് മാത്രമാണ്. ഈ ദിവസങ്ങൾ അങ്ങയുടെ അധികാരം, അല്ല എൻ്റെ മേലുള്ള അങ്ങയുടെ അധികാരം, എൻ്റെ ആഗ്രഹത്തിന്മേലുള്ള അങ്ങയുടെ അധികാരം, എൻ്റെ ആവശ്യങ്ങളുടെ മേലുള്ള അങ്ങയുടെ അധികാരം, അതുമേൽ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്, അതിനെക്കുറിച്ച് ചിന്താകുലരായി തരരുത്. ദൈവം ഒരു വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു തരും. സ്തോത്രം. താഴ്ത്ത് വായിച്ചു വരുമ്പോൾ താൻ കടന്നു വന്ന പിന്നെയും പ്രതിസന്ധികളെ കുറിച്ച് പറയുകയാണ്. ശ്രദ്ധിക്കണേ, എൻ്റെ ചാർച്ചക്കാർ അകന്നു നിൽക്കുന്നു, എൻ്റെ സ്നേഹിതരും കൂട്ടുകാരും ഒക്കെ എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. താൻ ഒറ്റപ്പെട്ടു പോയ അനുഭവം. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവയ്ക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നു, വേണ്ടാതിന് സംസാരിക്കുന്നു, അവർ ഇടവിടാതെ ചതുവ് ചിന്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെങ്കിലും മരിച്ച് ഇവൻ ഇവിടുന്ന് പോകണം. നമ്മളൊരു നാട്ടുഭാഷ പറയാറുണ്ടല്ലോ, അപ്പൻ ചത്തിട്ട് വേണം കട്ടിലേക്ക് കയറി ഒന്ന് കിടക്കാനെന്ന്. ഇവൻ മരിച്ചിട്ട് വേണം എൻ്റെ അധികാരം ഒന്ന് അവിടെ സ്ഥാപിക്കാൻ, എൻ്റെ സ്ഥാനം ഒന്ന് ഉറപ്പിക്കാൻ. ഇവൻ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവൻ മരിച്ചങ്ങ് പോകട്ടെ എന്ന ഇവർ പറയുന്നതെന്നാ ദാവീദ് പറയുന്നത്. പക്ഷേ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇതൊക്കെ സംഭവിക്കുമ്പോഴും, ഇതൊക്കെ അവർ പറയുമ്പോഴും, എന്നെക്കുറിച്ച് അപഖ്യാതി പറയുമ്പോഴും, എന്നെക്കുറിച്ച് അപവാദം പറയുമ്പോഴും, സ്തോത്രം, പലതും എന്നെക്കുറിച്ച് ദോഷമായി അവർ സംസാരിക്കുകയും ദോഷമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അപ്പോഴും ഞാൻ എങ്ങനെയായിരിക്കുന്നു? ഞാനൊരു ചെകിടനെ പോലെ ആയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കാത്തവനെ പോലെ, കേൾക്കുവാൻ കഴിയാത്തവനെ പോലെ ഞാൻ ആയിരിക്കുന്നു. ആളുകൾ അതും ഇതും എന്നെക്കുറിച്ച് പറയുമ്പോൾ, എന്നെക്കുറിച്ച് അപവാദി പറയുമ്പോൾ, അപഖ്യാതികൾ പറയുമ്പോൾ, വേണ്ടാതരം എന്നെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിക്കുമ്പോൾ, ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ, ഇതെല്ലാം കേൾക്കുമ്പോഴും ഞാനൊരു ചെകിടനെ പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് പ്രത്യുത്തരം പറയാനില്ല, എനിക്ക് മറുപടി പറയുവാനില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവമേ, നീ തന്നെ അതിന് മറുപടി കൊടുക്കണം, നീ തന്നെ അതിന് മറുപടി പറയണം, നീ തന്നെ അതിന് പരിഹാരം വരുത്തണം. വാക്കുകളെ അവസാനിപ്പിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചെകിടനായിരുന്നു, ഞാൻ ഊമനായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെ, വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയുമായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവമേ, ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. എനിക്കറിയാം അവർ എന്നെക്കുറിച്ച് അതും ഇതുമൊക്കെ പറയും. ഇതൊക്കെ എൻ്റെ പാപനിമിത്തം, എൻ്റെ ഫൂളിഷ്നെസ് നിമിത്തം, എൻ്റെ മടയത്തര നിമിത്തം, എൻ്റെ ഹല്ലേലൂയ ഭോഷത്വ നിമിത്തമാണ്, ഞാൻ ചെയ്തു കൂട്ടിയ ഭോഷത്വ നിമിത്തമാണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെനിക്കറിയാൻ ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും എൻ്റെ പ്രത്യാശ ഞാൻ നിങ്ങൾ വയ്ക്കുന്നു. എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും. എൻ്റെ ആഗ്രഹം മുഴുവൻ ഞാൻ നിന്റെ സന്നിധി നിരത്തി വെച്ചിരിക്കുമ്പോൾ, എൻ്റെ താല്പര്യങ്ങൾ അങ്ങയോട് അറിയിച്ചു കഴിയുമ്പോൾ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയും ആ ധൈര്യവും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങൾ എൻ്റെ പ്രത്യാശ വെച്ചിരിക്കുക, നീ പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ്. കർത്താവേ, നീ എനിക്ക് ഉത്തരം അരുളും.
എന്നെക്കുറിച്ച് അവർ സന്തോഷിക്കരുത്. അവസാന വാക്യം ഓവേ എന്നെ കൈവിടരുതേ. ഇന്ന് പകൽവേള ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ കൈവിടരുതേ. നമ്മുടെ ദൈവം നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ആ പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, സ്തോത്രം, അതിൻ്റെ നടുവിൽ നമ്മെ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവം, ചേർത്തണയ്ക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ കലകളിൽ ഇന്ന് പകൽവേള നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആഗ്രഹം മുഴുവൻ നിങ്കലാകുന്നു. ഞാൻ എൻ്റെ പ്രത്യാശ നിങ്ങൾ വയ്ക്കുന്നു. എൻ്റെ ആഗ്രഹം ഞാൻ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രത്യാശ ഞാൻ നിങ്ങൾ വയ്ക്കുന്നു. സ്തോത്രം, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനായിട്ടും പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർപ്പിക്കുന്നതിനായിട്ടും വേർതിരിക്കുന്നു. സ്തോത്രം. അതിനു മുമ്പ് പ്രാരംഭമായിട്ട് വാക്യങ്ങൾ പറയുന്നതിനായിട്ട് കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. ഒരു ചിൽഡ്രൻ വിൽ കം ഫോർവേഡ് ഫോർ ബൈബിൾ റെസിറ്റേഷൻ. Joshua Bijoy will lead the section. Joshua Bijoy. Praise the Lord. Acts 20 verses 24. However, I consider my life worth nothing. My only aim is to finish the race and complete the task the Lord Jesus has given to me. The task of testifying the good news of God's grace. Amen. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ഈ ആഴ്ചയിലും കുഞ്ഞുങ്ങൾ ക്ഷേമത്തോടെ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തിരുവചനം പ്രസ്താവിപ്പാനും ദൈവം അവർക്ക് അവസരം ഒരുക്കി കൊടുത്തു. ദൈവം പിന്നെ അവരെ ബലപ്പെടുത്തേണ്ടതിനായി, ആരോഗ്യബലമൊക്കെ നൽകേണ്ടതിനായി, ദൈവകൃപയിൽ അവരെ നിലനിർത്തി മുന്നോട്ട് നയിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ കുഞ്ഞുങ്ങളെ നേരെ നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് അവരെ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് സഭയായി പ്രാർത്ഥിക്കും. അവരുടെ മേൽ പകർന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. അവർക്ക് നൽകിയ ദൈവിക ജ്ഞാനത്തിനായി സ്തോത്രം. കർത്താവേ, ബുദ്ധിക്കായി, ഓർമ്മയ്ക്കായി സ്തോത്രം. ദൈവകൃപ അവരുടെ മേൽ പകർന്ന് പിന്നെ അവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ അവർ വെളിപ്പെടുവിടയാക്കണം. അവിടുന്ന് ആലോചനക്കാരനായിരിക്കണം. കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ ഹൃദിസ്ഥമാക്കുവാൻ കർത്താവിന് പ്രയോജനമുള്ളവരായി നിലകൊള്ളുടയാക്കണമേ. കർത്താവെ, നാട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠനത്തോളം ബന്ധത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. സഭയായി ഞങ്ങൾ ഒരുമിച്ചൊരു പ്രാവശ്യം കൂടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ. Shout 3 hallelujah. Hallelujah. Loudly, loudly. Hallelujah. ഒന്നുകൂടെ, once more, loudly. Hallelujah. Hallelujah. Okay, thank you. God bless you. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. സഹോദരിമാർക്ക് സാക്ഷ്യം. സഹോദരിമാർക്ക് സാക്ഷ്യമില്ല എങ്കിൽ സഹോദരന്മാർക്ക് അവസരം. മോനെ അവിടെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പാൽക്കാലം കൂടി ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കാനും മഹത്വപ്പെടുത്താനും കഴിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായാൽ 27 ഞാൻ നാട്ടിലേക്ക് 2 ആഴ്ച വെക്കേഷനായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നാട്ടിലായിരിക്കുമ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ടിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായി നാട്ടിലായിരുന്നു. പല ഇൻ്റർവ്യൂലായിട്ട് നാട്ടിൽ പോയി. അത് ചർച്ച പറയാൻ പറ്റിയില്ല. ജോവാൻ്റെ ക്ലാസ് 1 ജൂലൈ സ്റ്റാർട്ട് ചെയ്തു. ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ സഹായിച്ചു. ഹോസ്റ്റലിലാണ്. വൈഫും കുട്ടികളും നാട്ടിലായിരിക്കുന്നവർ ദൈവമായ ജൂലൈ 13 തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ കുടുംബമുള്ള ആത്മീയ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഇരുന്നോളുന്നു. പേരൊന്ന് പറയാമോ ബ്രദർ? പേരൊന്ന് പറയാം. ആദർശ്. ആദർശ്. ഓക്കെ.
നമുക്ക് ഈ പറഞ്ഞ വിഷയങ്ങളെ ഓർത്ത്, നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ ഓർത്തും നമ്മെ ദിവസങ്ങളായി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഓർത്തും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രിയ സഹോദരൻ ഷിബു നാട്ടിലേക്ക് കടന്നു പോകുന്നു. ദൈവം കൊടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബമായി ദൈവരെ സഹായിക്കണം. പ്രിയ സഹോദരൻ ആദർശ് സാക്ഷ്യം പറഞ്ഞു കേട്ടല്ലോ. പ്രിയ പൈതൻ്റെ പഠനം അനുഗ്രഹമായി തീരുവാൻ നാട്ടിലായിരുന്നു. പ്രിയപ്പെട്ടവർ കടന്നു വന്നു. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. തുടർന്ന് ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പൊന്നച്ചാൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. അത് ഏറ്റവും അനുഗ്രഹമായി തീരും, വിടുതലായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ സാമുവൽ പി തോമസിനെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം ആരോഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണമായി തന്നെ വിടിവിക്കേണ്ടതിന് എത്രയും വേഗം തന്നെ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ച വിഷയമാണ് നമ്മുടെ റിസ്താക്കിലെ പ്രിയ കൃതദാസൻ പൊന്നച്ചാൻ്റെയും കുടുംബത്തിൻ്റെയും യാത്രയിൽ അവർക്ക് സംഭവിച്ചതായ ആക്സിഡൻറ്റ്. പ്രിയ കൃതദാസിയും പെൺപൈതലും വാഹനത്തിൽ നിന്ന് തെറിച്ച് പോകുവാനിടയായി. വണ്ടി സ്കിഡായിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസനും പ്രിയ ആൺപൈതലും അവർ സുരക്ഷിതരാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ തലയിൽ ചെറിയൊരു മുറിവ് ഉണ്ട്, എങ്കിലും അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ പ്രിയ പെൺപൈതലിന് സർജറി കഴിഞ്ഞ് ഇപ്പോൾ കൊള ഹോസ്പിറ്റലിൽ വിശ്രമത്തിലാണ് ഷാരോൺ. അവളെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം പൂർണ്ണമായി ഒരു വിടുതൽ പ്രിയ പൈതലിന് കൽപ്പിക്കേണ്ടതിനായിട്ട്, തൻ്റെ പഴയ അവസ്ഥയിലേക്ക് താൻ മടങ്ങി വരുവാൻ എത്രയും വേഗം തന്നെ വളരെ വേഗത്തിലുള്ള ഒരു വിടുതൽ പ്രിയ പൈതലിന് കൽപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസി ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണിൻ്റെ അവിടെയൊക്കെ വലിയ ആഴത്തുള്ള മുറിവും അവിടെയുള്ള അസ്ഥിക്ക് നല്ല ഫ്രാക്ചറും ഉണ്ടായിട്ടുണ്ട്. കൈക്ക് ഫ്രാക്ചറുണ്ടത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഡിസ്ചാർജായി ഭവനത്തിലേക്ക് കടന്നുപോയി. ദൈവം പൂർണ്ണമായ വിടുതൽ അവർക്ക് കൽപ്പിക്കേണ്ടതിനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ ബ്രദർ സാം ഫിലിപ്പിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബിരു ഫിലിപ്പിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. വേലൂർ ഹോസ്പിറ്റലിലേക്ക് അവർ ട്രീറ്റ്മെൻറ്റിനുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ദൈവം പൂർണ്ണമായി ആ പ്രിയ സഹോദരനെ വിടുവിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ അത്ഭുതം പ്രിയ സഹോദരൻ്റെ ജീവിതത്തിലും കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി. ബ്ലഡ് ക്യാൻസറിൻ്റെ അസ്വസ്ഥത താൻ ഭാരപ്പെടുന്നല്ലോ. ദൈവം പൂർണ്ണമായി ഒരു വിടുതൽ കൊടുക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവസഭയാം എല്ലാ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ കൂടിയവരുകൾ ആരാധനയൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ നേതൃത്വത്തെ ഓർത്ത് ലെസ്നെ ഓർത്ത് ഒക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരുടെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്തോത്രിക്കണം കർത്താവേ, വാനത്തെ ഭൂമിയും പടത്തെ സർവ്വവല്ലമുള്ളാണ്ടവരെ കർത്താവേ, ആശീർവദിക്കപ്പെടുന്നതാണ് എൻ്റെ കാലവേളയാകുമ്പോൾ നന്ദി செலுத்துகிறோம் கர்த்தாவே. கடந்து போன 6 மாதம் முழுவதும் தேவனாகிய கர்த்தர் சபையை கண்ணன் கடிமையில் பாதுகாத்து 7வது மாதத்திலே கர்த்தாவே முதல் வாரத்திலே உம்மை ஆராதிக்கும்படியாக கர்த்தர் கிருபை தந்தீரே, உம்மை ஸ்தோத்திரிக்கிறேன் கர்த்தாவே. என் நாமம் தரிக்கப்பட்ட என் ஜனங்கள் தங்களை தாழ்த்தி ஜெபிக்கும் போது கர்த்தாவே தேவரே எங்களுக்கு உதவி செய்கிற தெய்வமாக இருக்கபடியால் உமக்கு நன்றி செலுத்துகிறேன் கர்த்தாவே. எத்தனையோ ஆபத்துகள் மோசங்கள் நிறைந்த உலகத்தில் வருகிறோம், வாழ்ந்து கொண்டிருக்கிறோம். ஆனால் தேவனாகிய கர்த்தர் எங்களுக்கு உதவி செய்து வருகிறே, உம்மை ஸ்தோத்திரிக்கிறேன் கர்த்தாவே. என்னை நோக்கி கூப்பிடு, அப்போது உனக்கு அறியாத 8வது பெரிய காரியங்களை செய்வேன் என்று எங்களை வாக்குத்தத்தம் சொன்ன தேவனுடைய சமூகத்திலே வந்திருக்கிறாங்க தாவே. ஹல்லேலூயா. இந்த நாளில் நாங்கள் கேட்டது போல இக்கட்டங்கள், நெருக்கங்கள், சோதனைகள், பிரயாசங்கள் வரும்போது தேவனிடத்தை நாங்கள் வரும்போது எங்களை விடுவிக்கிற தேவன், ஆராதிக்கிற தேவன், விடுவிக்கிற தேவன் என்ற நம்பிக்கையோடு விசுவாசத்தோடு உடைய சமூகத்திலே வந்திருக்கிறாங்க தாவே. ஹல்லேலூயா. சோத்திர நல்ல பாடல்களை பாடி தேவனுடைய நாமத்தை மகிமைப்படுத்தும்படி கர்த்தர் கிருபை செய்தீரே, சோதரிக்கிறாங்க தாவே. இந்த நாளிலே தேவ சமூகத்திலே சொல்லப்பட்ட சாட்சிகளுக்காக, விண்ணப்பங்களுக்காக தேவ சமூகத்திலே வருகிறாங்க தாவே. ஹல்லேலூயா. சுபவதற்காக வருகிறோம். அவருடைய வெக்கேஷன் காரியங்கள், குடும்ப காரியங்கள், குடும்பத்தில் இந்த தேசத்துக்கு சொல்லும்போது அவர்கள் என்னென்ன காரியங்களை திட்டமிட்டு சொல்லுகிறார்களோ எல்லா காரியங்களையும் கர்த்தர் வாய்க்க செய்ய வேண்டுமா ஜெபிக்கிறேன் கர்த்தாவே. அதே போல கர்த்தாவே ஆதர்சப்படுவதற்காக வருகிறோம். குடும்ப சீக்கிரத்தில் வர வேண்டும். வேலை காரியத்தில் கர்த்தருடைய கிருபை கூட இருக்க வேண்டுமா ஜெபிக்கிறேன் கர்த்தாவே. அதே போல எங்கள் பாஸ்டர் சொன்ன மற்ற கர்த்தாவே சோதரன் ஜெபிக்க சொன்ன எல்லா காரியங்களுக்காக உடைய சமூகத்தில் வருகிறோம். நோய் வாய்ப்பட்டிருக்கிறவர்கள், பலவீனப்பட்டிருக்கிறவர்கள், ஆஸ்பத்திரியில் இருக்கிறவர்கள், படுக்கையில் இருக்கிறவர்கள், இப்படியாக எல்லாவருக்காக உடைய சமூகத்தில் வருகிறாங்க கர்த்தாவே. உம்மை சோதரிக்கிறாங்க கர்த்தாவே. விசேஷமாக கர்த்தாவே ருஸ்டாக்கில் இருக்கிற பொன்னச்சன் பிரதருடைய குடும்பத்துக்காக வருகிறாங்க கர்த்தாவே. எவ்வளவோ பெரிய ஆபத்தில்
பாவத்திலிருந்து தேவனாகிய கர்த்தர் விடுவித்தீரே, உம்மை ஸ்தோத்திரிக்கிறோம். சகோதரிக்கு கர்த்தாவே இந்த பலவீனத்திலே கர்த்தர் உதவி செய்யும். சீக்கிரத்தில் ஒரு பரிபூர்ண விடுதலை உண்டாக இந்த தேவனாகிய கர்த்தர் உதவி செய்ய வேண்டுமா உம்முடைய சமூகத்தில் வருகிறோம் கர்த்தாவே. அப்பல சாரன் மகளுக்காக உம்முடைய சமூகத்தில் வருகிறோம். கடந்த நாட்களில் சர்ஜரி நடத்த கர்த்தர் கிருபை செய்தீர். ஒரு பரிபூர்ண விடுதலை உண்டாகட்டும் கர்த்தாவே, உம்மை ஸ்தோத்திரிக்கிறோம். பொன்னச்சென்பதற்காக வருகிறோம் கர்த்தாவே. இந்த நாள் நடக்கிற சர்ஜரியிலே கர்த்தருடைய கிருபை கூட இருக்கணுமா ஜெபிக்கிறோம். எந்த பிரயாசம் வராதபடி தேவனாகிய கரம் இருக்க வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. ஹல்லேலூயா, உம்மை ஸ்தோத்திரிக்கிற என்னுடைய தழும்புகளால் சுகமானம் என்று சொல்லியிருக்கிறீரே. கல்வாரியிலே கர்த்தாவே எங்களுக்காக எல்லாம் செய்து முடித்த இந்த தேவனாகிய கர்த்தருடைய கரத்திலே நாங்கள் எல்லாரையும் ஒப்பிக்கிறோம் கர்த்தாவே. சபையா குடும்பத்தை ஒப்பிக்கிறோம். வாகனம் ஓட்டுகிற பிள்ளைகளை ஒப்பிக்கிறோம். சபையை கர்த்தர் பாதுகாத்து வழிநடத்த வேண்டுமா ஜெபிக்கிறோம். தேவ ஊழியத்தை செய்கிற பிள்ளைகளுடைய பாதுகாப்புக்கு நம்முடைய சமூகத்தை வருகிறோம் கர்த்தாவே. சத்ருவானன் எந்த விதத்திலையும் தொடாதபடி தேவ கிருபை இருக்க வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. உம்மை ஸ்தோத்திரிக்கிறோம் கர்த்தாவே. எங்கள் சபையில் உள்ள குடும்பங்கள் எல்லாரையும் நினைக்கிறோம். சிறு பிள்ளைகள், வாலிபர்கள், பெரியவர்கள், வயதானவர்கள் எல்லாரையும் கர்த்தர் பாதுகாத்து வழிநடத்த வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. சபையின் மூலமாக செய்யப்படுகிற ஊழியங்களுக்காக நம்முடைய சமூகத்தில் வருகிறோம். சண்டே ஸ்கூல் ஊழியங்களுக்காக, வாலிபர் ஊழியங்களுக்காக, சகோதரிகள் ஐக்கியத்துக்காக, OPSSக்காக, இந்தியன் மினிஸ்ட்ரிக்காக எல்லாவற்றுக்கும் நம்முடைய சமூகத்தில் வருகிறோம் கர்த்தாவே. உம்மை நன்றியோடு உம்மை ஸ்தோத்திரிக்கிறோம். கர்த்தருடைய கிருபை தாங்கட்டும். எங்களுடைய கர்த்தாவே ஸ்தோத்திர சபையுடைய பிள்ளைகள் படிப்புக்காக, உயர் படிப்புக்காக பல இடத்திலே சென்றிருக்கிறார்கள். நல்ல கல்வியை கொடுக்க வேண்டுமா ஜெபிக்கிறோம். எங்கள் வாலிப பிள்ளைகளை பாதுகாத்துக் கொள்ள வேண்டுமா ஜெபிக்கிறோம். ஹல்லேலூயா, உம்மை ஸ்தோத்திரிக்கிறோம். வேலை இல்லாத பிள்ளைகளுக்கு கர்த்தர் வேலையை கொடுத்தரலாம். திருமணமாகாத பிள்ளைகளுக்கு திருமணத்தை கர்த்தர் நடத்தி கொடுத்ததாரு கர்த்தாவே. பிள்ளைகள் இல்லாதவர்களுக்கு புத்திர சன்னிதானத்தை கொடுக்க வேண்டுமா ஜெபிக்கிறோம். சபை பரிசுத்தமாய் காணப்பட கர்த்தர் உதவி செய்ய வேண்டுமா ஜெபிக்கிறோம். எங்கள் சபையில் உள்ள கவுன்சில் மெம்பர்ஸுக்காக வருகிறோம். சபையை நடத்துவதற்கான ஞானத்தையும் புத்தியையும் கர்த்தர் தர வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. உம்மை நன்றியோடு உம்மை ஸ்தோத்திரிக்கிறோம். சபை பரிசுத்தப்படட்டும் கர்த்தாவே. ஒரு மனவாட்டி சபையாக, அலங்காரமுள்ள சபையாக கர்த்தர் மாற உதவி செய்ய வேண்டுமா ஜெபிக்கிறோம். எங்கள் சபையுடைய போதவர் குடும்பத்துக்காக சோத்திரம், பாஸ்டரமாக சோத்திரம், அவர் கொடுத்த பிள்ளைகளுக்காக சோத்திரம். அவருக்கு நல்ல உடல் ஆரோக்கியத்தை பலத்தையும் கொடுக்க வேண்டுமா ஜெபிக்கிறோம். ஆவிக்குரிய வரங்களையும் கொடுத்து சபையை நடத்த வேண்டிய கிருபை தர வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. உம்மை ஸ்தோத்திரிக்கிறோம், நன்றியோடு ஸ்தோத்திரிக்கிறோம் கர்த்தாவே. இந்த நாளில் இருக்கிற கர்த்தாவே கர்த்தருடைய வார்த்தைக்காக நம்முடைய சமூகத்தில் வருகிறோம். கர்த்தருடைய வார்த்தையை கர்த்தர் எங்களுக்கு கொடுக்கிற மானை கர்த்தர் பலப்படுத்தும். பரிசுத்த ஆவியானவருடைய பலத்தோடு தேவ சபைக்கு தேவையான மன்னாவை கர்த்தர் கொடுக்க வேண்டுமா ஜெபிக்கிறோம். எங்களுக்கு முன்னால் வைக்கப்படுகிற கர்த்தருடைய பத்திக்காக நன்றி செலுத்துறோம் கர்த்தாவே. நாங்கள் பாவிகளாக இருக்கையில் சொந்த குமாரனாகிய இயேசு கிறிஸ்துவை எங்களுக்காக விலைக்கிரமாய் கொடுத்து கர்த்தாவே எங்களை மீட்டுக் கொண்டீரே. உம்மை ஸ்தோத்திரிக்கிறோம். அவருடைய பாடுகளை நினைவு கூறும்போது பயபக்தியோடு கர்த்தருக்கு பயந்த அந்த பந்தியிலே கலந்து கொள்ள கர்த்தர் கிருபை செய்ய வேண்டுமா ஜெபிக்கிறோம் கர்த்தாவே. மீதியான நேரம் முழுவதையும் தேவனாகிய கரத்திலே ஒப்புவிக்கிறோம். துதி கன மகிமை யாவும் செலுத்துகிறோம். மீட்ப இயேசுவின் மூலம் ஜெபங்களும் எங்கள் ஜீவனுடைய பரிசுத்த பிதாவே. Amen. Praise the Lord. Hallelujah. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരം നൽകിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ദൈവസനിൽ പ്രാർത്ഥിച്ചു വന്നതുപോലെ നമ്മുടെ മിഷൻ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് വേട്ടപ്പാടിക്ക് കടന്നുപോയി. അവരുടെ യാത്ര ക്ഷേമകരമായിരുന്നു. അവിടെ ദൈവം സന്തോഷത്തോടെ കൊണ്ടെത്തിച്ചു. ഇന്ന് പകൽവേള അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാമല്ലോ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ അവിടെ പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിൽ കടന്നുപോയിരിക്കുകയാണ്. ഒത്തിരി പേരുടെ അഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെയും നമ്മുടെ പ്രിയ സഹോദരങ്ങളൊക്കെ പരിപാലിക്കട്ടെ എന്നും അടുത്ത ദിവസങ്ങളുമായിട്ടൊക്കെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ മടക്ക യാത്രയും ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ. കൊടുമായി ഞങ്ങളെയും ദൈവം ഇത്രത്തോളം സഹായിച്ച ദേശത്ത് ഇത്രത്തോളം നിലനിർത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ പ്രവേശിച്ചിട്ട് ഇന്നേക്ക് 25 വർഷം തികയുന്നു. നാളെ 26ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 25 വർഷക്കാലം ദൈവം ഞങ്ങളെ ക്ഷേമമായിട്ട് പരിപാലിപ്പാനിടയായി. കുടുംബജീവിതം ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളൊക്കെ നൽകി കർത്താവിന് വേണ്ടി ഇത്രത്തോളം നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഒരു 1-2 ദിവസത്തേക്ക് ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് നാട്ടിലേക്ക് കടന്നു പോകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലേക്ക്. ബുധനാഴ്ച ഞങ്ങൾ തിരികെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിച്ചവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവേൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അടുത്തത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ചില ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ഈ ലേഖനം പഠിക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തെക്കുറിച്ചുണ്ട് എങ്കിലും ഇതിലെ വാചകഘടനയും പ്രയോഗങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പൗലോസ് അപ്പോസ്തലനാണ് ഈ ലേഖനം എഴുതിയതെന്ന് ഏറ്റവും വിശ്വസനീയമായ വിധത്തിൽ അവരതിനെ തെളിയിക്കുന്നുണ്ട്. എബ്രായ വിശ്വാസികൾക്ക് നേരിട്ടതായ പ്രതിസന്ധിയുടെ നടുവിൽ അവർ അധൈര്യപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ധൈര്യപ്പെടുത്തുകയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്. എബ്രായ വിശ്വാസികൾക്ക് ഇത് എഴുതിയതെന്ന് പറയുവാനുള്ള കാരണം ഇതിൽ യാഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. മറ്റ് ജാതികളെക്കുറിച്ചോ അവരുടെ കർമ്മങ്ങളെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ആരാധനയെക്കുറിച്ചോ ഒന്നും രേഖപ്പെടുത്താതെ ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനയും അല്ലെങ്കിൽ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തതായ പ്രമാണങ്ങളും അതിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് മറ്റ് പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പല ഭാഗങ്ങൾ ഇതിനാൽ ഉള്ളപ്പോൾ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എബ്രായ വിശ്വാസികളെ ധൈര്യപ്പെടുത്തി എഴുതുകയാണ്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. അത് വെറുമല്ല, മഹാപ്രതിഫലം. സ്തോത്രം. അത് എവിടെയാ? സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ട്. ഇവിടെ പറയുന്ന ഉത്തമ സമ്പത്ത്, ഏറ്റവും ശ്രേഷ്ഠകരമായൊരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപാരവും സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചുവല്ലോ. അവർ കടന്നു പോകുന്ന പ്രതിസന്ധിയെ ഇവിടെ രേഖപ്പെടുത്തിയ ഇവരുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി, അപഹരിക്കപ്പെട്ടു, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു, ഇസ്രായേൽ പീഡിപ്പിക്കപ്പെട്ടു, യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. ദൈവകൃപയിലേക്ക് വന്ന വിശ്വാസികളായ ദൈവമക്കൾ അവർ ബഹുവിധ പീഡകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു ഈ വിശ്വാസ നിമിത്തം. ആ സാഹചര്യത്തിൽ അവർ പതറിപ്പോകാതിരിക്കാൻ അവരെ ഓർപ്പിച്ചുണർത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാതെ ഇവിടെ വായിച്ച ഭാഗത്ത് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുക. അവർ സമ്പത്തുകളുടെ അപഹരണം സന്തോഷത്തോടെ സ്വീകരിച്ചു. സമ്പത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു, കവർന്നുകൊണ്ടുപോയി. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യും? അവരോട് പറയാം, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് വന്നാലും, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വന്നാലും ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾക്കൊരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. ഇവർ ചെയ്ത കാര്യങ്ങളോട് പറയുന്നുണ്ട്. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു, പീഡിപ്പിക്കപ്പെട്ടവരോട് അവർ സഹതാപം കാണിച്ചു, അപ്പോൾ തന്നെ ഇവർക്കും പീഡ നേരിട്ടു. പീഡിപ്പിക്കപ്പെട്ടവർക്കൂടെ സഹതാപം കാണിച്ചപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ പീഡ സഹിക്കേണ്ടി വന്നു, ഇവർ തിരസ്കരിക്കപ്പെടേണ്ടി വന്നു.
അങ്ങനെ നിങ്ങൾ ചെയ്തപ്പോഴും മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തൊക്കെ മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോയപ്പോഴും, സ്തോത്രം, നിങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്തല്ല. ഇവിടെ ഉള്ളതെല്ലാം കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചിട്ട് പോകാം, പുഴു അല്ല തിന്നുകളയുന്നതാകാം, തുരുമ്പ് കെടുത്തിക്കളയുന്നതാകാം. പക്ഷേ നിങ്ങൾക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. എത്ര പേർക്കുണ്ട് ഇവിടെ ഒക്കെ ഉള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയാലും? എത്ര പേർക്ക് ആ ചിന്തയുണ്ട്? എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? ഇവിടെ ഉള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയാലും, എൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടാലും, സ്തോത്രം, ഞാനിവിടെ പീഡിപ്പിക്കപ്പെട്ടാലും എനിക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആ സമ്പത്തിന്റെ പ്രത്യേകത എന്തെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം 1 പത്രോസ് 1:4 വാക്യം. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ശ്രദ്ധിക്കണേ, വിശ്വാസത്താൽ ദൈവശക്തിയിൽ നമ്മൾ കാക്കപ്പെട്ടുകൊണ്ടിരിക്കുക, സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയും ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, അവകാശത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന അവകാശത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുക. നിങ്ങളെ അതിനുവേണ്ടി ദൈവം വീണ്ടും ജനിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സമ്പത്തുണ്ട്. ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്തിനെ കുറിച്ചല്ല പറയുന്നത്. അത് ഇവിടെ നഷ്ടപ്പെട്ടു പോകാം, നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാം. ഒരുപക്ഷെ ക്രിസ്തു നിമിത്തം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാം. പലപ്പോഴും നമ്മൾ അപഹരിക്കപ്പെടുമ്പോൾ നമ്മൾ മൗനമായിരിക്കുന്ന കാരണം എന്താ? നമുക്കൊരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരം പിശാചിനാൽ അപഹരിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീര രോഗത്താൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂല സാഹചര്യം കൂടെ കടന്നു പോകുമ്പോൾ, വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, കുടുംബാന്തരീക്ഷത്തിൽ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, മറ്റ് വിവിധ പ്രതിസന്ധികളാൽ നമ്മൾ വലയുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, അതിൻ്റെ നടുവിൽ നമുക്കൊരു ധൈര്യമുണ്ട്, അതിൻ്റെ നടുവിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇങ്ങനെ ഞാൻ കടന്നു പോകുമ്പോഴും എനിക്ക് വേണ്ടി ഉയരത്തിലൊരു സമ്പത്ത്, ഒരു ഉത്തമ സമ്പത്ത് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ഈ ലോകത്തിൽ കൂടെ അല്ല, ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന ഇതുപോലെയുള്ള ശരീരത്തിലോ ഇതുപോലുള്ള അനുഭവങ്ങളിലോ ഇതുപോലെ സമ്പത്തോ അല്ല, നശിച്ചു പോകാത്ത, ക്ഷയമേൽക്കാത്ത, മാലിന്യമേൽക്കാത്ത, വാട്ടം സംഭവിക്കാത്ത ഉത്തമമായൊരു സമ്പത്ത് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട്? ഈ പ്രതിസന്ധിയിൽ നമ്മൾ ധൈര്യത്തോടെ മുന്നേറുന്നത് എന്തുകൊണ്ട്? ഈ പീഡന നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എല്ലാം നശിച്ചു പോയെന്ന് വന്നാലും എനിക്ക് നിലനിൽക്കുന്ന ഒരു സമ്പത്ത് ഉയരത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അവിടെ സമ്പത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ പിതാക്കന്മാരല്ല, ഇവിടെയുള്ള നമ്മുടെ ആരെങ്കിലും അല്ല. സ്തോത്രം, നമുക്ക് വേണ്ടി ആ സമ്പത്ത് ഒരുക്കി ഇവിടെ നമ്മുടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പത്താണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചെടുക്കാം. നമുക്കറിയാം, ഇപ്പം ഇന്ത്യയിലെ നിയമമൊക്കെ അനുസരിച്ച് മാതാപിതാക്കൾ അവർ മക്കളുടെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ചാലും അവർക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ അവർക്ക് തിരിച്ചെഴുതാമെന്ന്. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അവകാശം കൊടുത്താലും അവർക്ക് താല്പര്യമില്ലെന്ന് കാണുമ്പോൾ അവരുടെ വസ്തുവകൾ അവർക്ക് തിരിച്ചെഴുതിയെടുക്കാമെന്ന്. അപ്പോൾ മാതാപിതാക്കൾ കരുതി വയ്ക്കുന്ന സമ്പത്ത് അവർക്ക് തിരിച്ചെടുക്കാം. മറ്റേതെങ്കിലും കാരണവശാൽ അത് നഷ്ടപ്പെട്ടു പോകാം. പക്ഷേ ഉയരത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ, സ്വർഗത്തിലെ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പത്തിന്റെ പേരാണ് ഉത്തമ സമ്പത്ത്. സ്തോത്രം, ആ സമ്പത്തിന്റെ പേരാ ഉത്തമ സമ്പത്ത്, ഉത്തമമായൊരു സമ്പത്ത്. അതിനപ്പുറം പറയാൻ വേറൊരു സമ്പത്തില്ല. സ്തോത്രം, അതിനപ്പുറം വേറൊരു കരുതലില്ലെന്നേ.
സ്തോത്രം. ഇവിടെ ഉള്ളതെല്ലാം നശിച്ചു പോകുമ്പോൾ, ഇവിടെ എല്ലാം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം കൈമോശം സംഭവിക്കുമ്പോൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോകാത്ത, കൈമോശം സംഭവിച്ചു പോകാത്ത ഒരു സമ്പത്ത് ഉയരത്തിലുണ്ട്. ആ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നല്ല. അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ല ക്ഷയമേൽക്കാത്ത, മാലിന്യമേൽക്കാത്ത, വാട്ടമില്ലാത്ത അവകാശത്തിനായി അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു അവകാശം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമ്പത്ത് പ്രാപിക്കാനാണ് നമ്മൾ ഈ കിടന്ന് ഓടുന്ന ഓട്ടം. നമ്മുടെ ജീവിതയാത്ര, ഈ ഭൂമിയിലെ നമ്മുടെ പരദേശ പ്രയാണം നമ്മൾ കഴിഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നത്, ഇത് എത്ര വേഗം തീരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? നമുക്ക് വേണ്ടി ഒരു സമ്പത്ത് സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ട് അത് പ്രാപിപ്പാനുള്ള വാഞ്ചയാ. അല്ല അത് പ്രാപിപ്പാനുള്ള താല്പര്യത്തോടെ നമ്മൾ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള നഷ്ടങ്ങളൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ദൈവമക്കളെ സംബന്ധിച്ച് ഇവിടെയുള്ള നഷ്ടങ്ങൾ കാര്യമാക്കരുത്, ഇവിടെയുള്ള പ്രതിസന്ധികൾ കാര്യമാക്കരുത്, ഇവിടെയുള്ള പ്രതികൂലങ്ങൾ കാര്യമാക്കരുത്. ഇവിടെ ഉള്ളവരെല്ലാം നമുക്ക് എതിരായി തീർന്നാലോ, ഇവാരും നമുക്ക് അനുകൂലമില്ലെന്ന് വന്നാലും, ഒറ്റപ്പെട്ടു പോയെന്ന് വന്നാലോ, അല്ല നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ മാറിപ്പോയെന്ന് വന്നാലോ, അല്ലെ അവർ നമുക്ക് തരേണ്ട സമ്പത്ത് തന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളത് കൂടെ അവർ അപകരിച്ചു കൊണ്ടുപോയാലോ, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പിടിച്ചു പറിച്ചാലോ, അതിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്, അതിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഓരോ ദിവസവും പ്രതിസന്ധി കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയിൽ നമ്മൾ മുന്നേറണം. നമ്മൾ ഓടുന്നത് ജീവിക്കുന്നുള്ളൂ ഇവിടത്തേക്ക് വേണ്ടിയുള്ള അല്ലല്ലോ. നമ്മുടെ ലക്ഷ്യം ഇവിടത്തേക്കുള്ളതല്ലല്ലോ. പിന്നെ ഇവിടെ ജീവിക്കുമ്പോൾ ജീവിക്കേണ്ടതിന് ആവശ്യമായതൊക്കെ നമുക്ക് വേണമെന്നുള്ളത് മറ്റൊരു സംഗതി. പക്ഷേ നമ്മളുടെ വിഷയം, നമ്മുടെ താല്പര്യം, നമ്മുടെ ആഗ്രഹം ഇവിടുത്തെ സമ്പത്തോ ഇവിടുത്തെ നേട്ടങ്ങളോ അല്ല. പിന്നെയോ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന അവകാശം പ്രാപിപ്പാൻ അതിനു വേണ്ടിയുള്ള താല്പര്യവും അതിനു വേണ്ടിയുള്ള ഓട്ടവുമാണ് നാളുകൾ നടക്കുന്നത്. ഈ ദിവസങ്ങൾ അതിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്തോത്രം, നിലനിൽക്കുന്ന സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും എന്ത് ചെയ്തു? സന്തോഷത്തോടെ സഹിച്ചു. എബ്രായ വിശ്വാസികളെ കുറിച്ച് അവരെ കുറിച്ച് പറയുന്ന സാക്ഷ്യം, സ്തോത്രം, എബ്രായ വിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളണം. നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ ലാഭം നോക്കിയില്ല, അല്ല നിങ്ങൾക്ക് നേട്ടങ്ങൾ നോക്കിയില്ല, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് ഇന്നത് ലഭിക്കുമെന്ന് വിചാരിച്ചല്ല നിങ്ങൾ ഇറങ്ങി തിരിച്ചത്. നിങ്ങൾ വിശ്വാസത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ നോക്കിക്കൊണ്ട് അവന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും നേടിയെടുക്കുവാനല്ലോ. ഇവിടെ ഉള്ളതെല്ലാം നിങ്ങളിൽ നിന്ന് അപകരിച്ചു പോയാൽ നിങ്ങളൊരു കാര്യം ഓർത്തു നോക്കണം. നിലനിൽക്കുന്നതായ സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഉത്തമ സമ്പത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നിങ്ങൾ സാരമില്ലെന്നോ, ഈ ലോകത്തിലെ പ്രതിസന്ധികൾ സാരമില്ലെന്നോ, ഈ ലോകത്തിലെ ഹല്ലേലൂയ അപമാനങ്ങൾ സാരമില്ലെന്നോ, ഈ ലോകത്തിലെ നിന്ദകൾ സാരമില്ലെന്നോ, ഈ ലോകത്തിലെ നഷ്ടങ്ങൾ സാരമില്ലെന്നോ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗത്തിൽ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഉത്തമമായ സമ്പത്താണ്. അത് പ്രാപിപ്പാൻ വേണ്ടി നമുക്ക് ഓടാം. സ്തോത്രം, ഹല്ലേലൂയ. അത് പ്രാപിപ്പാൻ വേണ്ടി നമുക്ക് ഓടാം. സ്തോത്രം. അതുകൊണ്ട് പറയുന്ന അടുത്ത ഭാഗം വാക്യമുണ്ട്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ധൈര്യപ്പെടണം, നിങ്ങൾ ധൈര്യപ്പെടണം, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെന്നുള്ള അധൈര്യം നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്, നിങ്ങളെ സഹായിപ്പാൻ ഒരുവനുണ്ട് കൂടെ. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവൻ നിങ്ങളോട് കൂടെ ഉണ്ട്. എല്ലാവരും അകറ്റി നിർത്തുമ്പോൾ, എല്ലാവരും തള്ളിപ്പറയുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും അത് നിങ്ങളോട് നിൽക്കാൻ ഒരുവനുണ്ട്. ആയിരങ്ങൾ കൂടെയില്ലെങ്കിലും, 10,000 കൂടെയില്ലെങ്കിലും, ലക്ഷങ്ങൾ പിറകെ വരാനില്ലെങ്കിലും നമ്മോടൊപ്പം നിൽക്കാൻ സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ഉറപ്പും പ്രത്യാശയും. ആ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മഹാപ്രതിഫലമുള്ള ധൈര്യം, നമ്മുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉത്തമ സമ്പത്തിന് വേണ്ടി നമുക്ക് ഓടാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്തുകളുടെ അപകരണങ്ങൾ അവർ സഹിച്ചു. ഹല്ലേലൂയ. എല്ലാ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെല്ലാം സഹിച്ചു. അതുകൊണ്ട് പറയും, നിങ്ങൾ അധൈര്യപ്പെട്ടവർ, നിങ്ങൾ പിന്മാറിപ്പോകരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം. അവസാനം വരുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടാകുമാറ് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമകളായി, വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളായി സ്തോത്രം നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ തലകളെ വണക്കാം. തിരുമേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാമല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പാട്ടുകൾ പാടുന്ന സഹോദരന്മാർ ദയവായി മുമ്പോട്ട് വരിക. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി മുൻപോട്ട് വരാം. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷയിൽ ഭാഗമാക്കാവുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ കാൽവറി മരണത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. ആ ഗത്സമന മുതൽ ഗോൽഗോഥ വരെയും നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകൾ